എറണാകുളത്തെ കോതമംഗലത്ത് ഓട്ടോറിക്ഷയിൽ മ്ലാവിടിച്ച് ഒരു യുവാവിന് ദാരുണാന്ത്യമുണ്ടായി. മാമലക്കണ്ടം സ്വദേശി പറമ്പിൽ വിജിൽ നാരായണനാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. രാത്രി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ഓട്ടോറിക്ഷയ്ക്ക് വട്ടം പ്ലാവ് ചാടിയതാണ്. പ്ലാവ് വണ്ടി മറിയുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ്. ഈ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ സ്ഥിരമായി ആനയുടെ സാന്നിധ്യമുണ്ട്. മറ്റു വന്യമൃഗങ്ങളുണ്ട്, പ്ലാവ്, കേഴ, മാൻ മുതലായവ. ഇത് സന്ധ്യാസമയം ആയി കഴിഞ്ഞാൽ റോഡിന്റെ ഇരുവശത്തും നിൽക്കുകയും വണ്ടിയുടെ വെട്ടം കാണുമ്പോൾ നേരെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ടൂ വീലർ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ്. ഈ വന്യമൃഗശല്യത്തിനെതിരെ ഇവിടെ അതിശക്തമായ പ്രതിഷേധം പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശക്തമായ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ പ്ലാവ് വട്ടം ചാടുന്നതിന് എതിരായിട്ട് ഈ റോഡിന്റെ ഇരു സൈഡിലും ഈ മുള്ളുവേലി എന്തെങ്കിലും വലിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു പലതവണ. പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. SKN ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് രാവിലെ പങ്കുവെക്കാനുള്ളത്. 41 വയസ്സ് മാത്രമായിരുന്നു ഈ മരിച്ച വിജിൽ നാരായണന്റെ പ്രായം. തൊട്ടടുത്തുള്ള ഒരാളുടെ കൈ മുറിഞ്ഞു എന്നുള്ള വിവരത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് വിജിൽ ഓട്ടോ എടുത്തത്. ഈ ഓട്ടോറിക്ഷയിൽ മറ്റു 3 പേർ കൂടി ഉണ്ടായിരുന്നു. യാത്രക്കിടെയാണ് മ്ലാവ് റോഡിന് കുറുകെ ചാടുകയും ഓട്ടോറിക്ഷയിൽ വന്ന് ഇടിക്കുകയും ചെയ്തത്. ഇതോടെയാണ് ഈ ഓട്ടോ നിയന്ത്രണം വിടുകയും അപകടമുണ്ടാകുകയും ചെയ്യുന്നത്. വിജിലിനെ ഓട്ടോറിക്ഷയുടെ അടിയിൽ നിന്ന് ഈ ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ഉൾപ്പെടെയാണ് പുറത്തേക്ക് എടുത്തത്. പക്ഷേ ആദ്യത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും വിജിലിൻ്റെ മരണം സംഭവിച്ചിരുന്നു. അവിടെ നിന്ന് രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും മരണം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വളരെ മലയോര മേഖലയിൽ ഈ വന്യമൃഗശല്യം കൊണ്ട് മറ്റൊരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് രാവിലെ തന്നെ ഒരു ദുഃഖകരമായ വാർത്ത. ചെറിയൊരു കുടുംബമുള്ള ഒരാൾ കൂടിയാണ് വിജിൽ. 2 ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഒരു കുടുംബമുള്ള ഒരാളാണ്. ഏതായാലും വിജിലിൻ്റെ മൃതദേഹം നിലവിൽ രാജഗിരി ആശുപത്രിയിലാണ് ഉള്ളത്. അല്പസമയത്തിനകം മാത്രമേ അത് അവിടെ നിന്ന് വിജിലിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ഏതായാലും മലയോര മേഖലയിൽ അവരുടെ സ്ഥിരം പരാതികൾ, വന്യമൃഗ ആക്രമണം മൂലം ജീവിതം ദുസ്സഹമായിരിക്കുന്നു എന്നുള്ള ആ പരാതികൾ ആവർത്തിക്കുന്നതിനിടെയാണ് മറ്റൊരു മനുഷ്യജീവൻ കൂടി ഒരു വന്യമൃഗത്തിൻ്റെ ഇടപെടലിലൂടെ നഷ്ടമായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്യാം.